പിന്നെ നല്ലത് സ്വീകരിക്കുന്ന എന്റെ ദൈവത്തിന് നല്ലത് കൊട്. നല്ലത് തന്ന ദൈവത്തിന് നല്ലത് കൊട്. ആ കരമൊന്ന് ശക്തിയോടെ ഒന്ന് അടിച്ചപ്പായെന്ന് വിളി. വാതിലുകൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ, വാതിലുകൾ തുറക്കട്ടെ. ശീലാസ് പൗലോസ് കാരാഗൃഹത്തിൽ കർത്താവിനെ പാടി സ്തുതിച്ചു. കാരാഗൃഹത്തിന്റെ അടിസ്ഥാന കുറിപ്പിൽ വാതിലുകൾ തുറന്നു. സ്തോത്രം പറ. ക്രിസ്തീയ ജീവിതം നയിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കാര്യം മതി. ഒന്ന്, ശക്തമായി വചനം അനുസരിക്കുക, വചനം പാലിക്കുക. നമ്പർ 2, ആരാധിക്കുക. ആരാധിക്കരുതെന്ന് പറഞ്ഞാലും ആത്മാവിൽ യേശുവിനെ പോലെ പത്രോസിനെ ശാസിച്ചു. യേശു ഒരു ശാസനം, ഓ സാത്താനെ. മുഖത്ത് നോക്കി പറയരുത്. ചിലപ്പോൾ അപ്പനാണെങ്കിൽ വിഷമം വരും, അമ്മയാണെങ്കിലും സങ്കടം വരും. ചിലപ്പോൾ മക്കളായിരിക്കും പറയുന്നത് ഇങ്ങനെയൊന്നും ആരാധിക്കരുത്, എനിക്ക് മാനക്കേടാണ്. അപ്പൊ മക്കൾ മുഖത്ത് നോക്കിയും പറയണ്ട, നീ ആത്മാവിൽ അങ്ങ് ശാസിച്ചാൽ മതി, പ്രശ്നം അങ്ങ് പരിഹരിക്കും. ആര് വിലക്കിയാലും മിണ്ടാതിരിക്കരുത്, തമ്പുരാനെ ആരാധിച്ചോളൂ. കാരണം അനുഗ്രഹിക്കപ്പെടാൻ രണ്ട് മാർഗം, വേറെ ഒരു മാർഗം ഇതിനകത്തില്ല. ഒരു ദൈവദാസനായി നിന്ന് പച്ചയായി പറയാം, വേറെ ഒരു മാർഗം ഇതിനകത്തില്ല. നീ ദൈവവചനം അനുസരിക്കുക, ദൈവത്തിന് കൊടുക്കേണ്ടതുപോലെ ആരാധന കൊടുക്കുക. നീ എന്നിട്ട് കുടുംബം അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, ഈ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും, ഈ ദേശത്തിൽ വളർച്ച പ്രാപിച്ചുകൊണ്ടേയിരിക്കും. അടിമക്കളെ കാര്യം വന്ന് നല്ല രീതിയിൽ അടിമക്കൾ മടിയിലൊന്നും ദൈവ ചടിക്കരുത്, മടിയിലൊന്നും ദൈവ ചടിക്കരുത്. കാരണം കാണിച്ച് സംബന്ധമായി രാത്രി ചില സൗഖ്യങ്ങൾ ഈ രാത്രി നീ ആരാധിക്കുന്ന സമയത്ത് നടക്കും. ഇന്നലെ ഞാൻ വിളിച്ചു പറയുന്നത് പോലെ അലർജി പോലുള്ള ചില വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രി വിടുതൽ നടക്കും. സ്ഥിരമായി മൂക്കൽ പരിഗണിക്കപ്പെടുന്ന, സ്ഥിരമായി ചൊരിച്ചിലുകൾ അനുഭവിക്കപ്പെടുന്ന, സ്ഥിരമായി ചില ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ചിലരുടെ ഇന്ന് രാത്രി സൗഖ്യങ്ങൾ നടക്കും. പ്രത്യേകിച്ച് സ്ത്രീകളുടെ രഹസ്യം രോഗിന്റെ ഈ രാത്രി സൗഖ്യമാകും. ഇനി ആരും കരവയ്ക്കണ്ട, നീ ആരാധിക്കുമ്പോൾ ഒരു കരം നിങ്ങളുടെ ഇറങ്ങി വരും. സ്വീകരിച്ചോ. അല്പം എനിക്ക് എന്നോട് ആത്മാവ് ഇടപെടുന്നു. ജനത്തെ ആരാധിപ്പിക്കുക. ചില കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടും, ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രി അഴിയും. യെരിഹോവിന്റെ കോട്ട ഇസ്രായേൽ ജനത്തിന് മുമ്പിൽ അടച്ചുറപ്പ് വരുത്തി ദൈവ പിക്കാശ് നമ്മാക്കി എടുക്കാൻ പറഞ്ഞില്ല. ഞാൻ പറയുമ്പോൾ ആ മതിലിന്റെ നോക്കി മുമ്പിൽ വീഴോ. ഇന്ന് രാത്രി ഞാൻ ആരെയൊക്കെ ആത്മാവിൽ പ്രവഹിക്കുന്നു. ഇതിന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രതികൂലമെന്ന മതിൽ മതിൽ രാത്രി മതിൽ വീടും അധികാരത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇന്ന് രാത്രി ഇളകുമാറും. ആത്മപരമായ ഭവനങ്ങൾ വെച്ചിട്ട് മുമ്പോട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ പകുതി വഴിയിൽ കിടക്കുന്ന ചില ശാപത്തിന്റെ കെട്ടുകൾ, അതൊരു ശാപമാണ്. അതേ പഴയ നിയമത്തിൽ പറയുന്നു, അതിന്റെ കവിത തൊടുമ്പോൾ ഒരർത്ഥം, കട്ടില വെക്കുമ്പോൾ ഒരർത്ഥം. ഇന്ന് രാത്രി ചില അനർത്ഥങ്ങൾ വീണ്ടും വിളിച്ചു പറഞ്ഞ അനർത്ഥങ്ങൾ മാറും, അനർത്ഥങ്ങൾ മാറും, അനർത്ഥങ്ങൾ മാറും. പതിയിരിക്കുന്ന അപകടങ്ങൾ മാറും, പതിയിരിക്കുന്ന അപകടങ്ങൾ മാറും, പതിയിരിക്കുന്ന അപകടങ്ങൾ മാറും, പതിയിരിക്കുന്ന പൈശാചിക അപകടങ്ങൾ മാറും. ഇപ്പോൾ കർത്താവിനോട് ഒരു ദൂത് പറയുന്നത്, പഠിക്കുവാനിരുന്നാൽ പഠിക്കാൻ കഴിയാതെ ഭാരപ്പെടുന്ന ഒന്നിൽ പല കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പഠിക്കാൻ കഴിയത്തില്ല, പഠിച്ച മനസ്സിലാകത്തില്ല എന്ന് നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്നതാണ്. ഇത് രാത്രി ആ കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആരാധിച്ചോ. ഈ രാത്രി ഒരു വിടുതൽ എന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി പിശാച് കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ
മദ്യപാനത്തിന്റെ ദുരാത്മാക്കൾ ഇന്ന് രാത്രി വിട്ടുമാർക്ക് കുടുംബങ്ങൾ തകർത്ത് സമാധാനം കൊടുക്കാതെ മദ്യപിച്ചുകൊണ്ട് കുടുംബത്തിലെ സമാധാനത്തെ നഷ്ടപ്പെടുത്തുന്ന ദേശത്തിലെ യൗവന തലമുറകളെ പാപത്തിൽ പിടിച്ചിട്ടിരിക്കുന്ന പിശാചിനോട് കൽപ്പിക്കുന്നു. ഞാൻ ഈ ഭവനത്തിന്റെ പണി ചെയ്ത് പൂർത്തിയാക്കാതെ ഭാരപ്പെടുന്ന ഒന്ന് കരമുയർത്താം. അങ്ങനെ ഉണ്ടെങ്കിൽ ഉള്ളവർ മാത്രം രണ്ടുപേരൊന്ന് എണീച്ച് നീക്കാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ആ രണ്ട് വ്യക്തികൾ കരവയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ ഇന്ന് രാത്രി വിടുവിക്കുന്ന ദൈവ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. വിടുവിക്കുന്ന ദൈവിക അഭിഷേകം നമ്മുടെ നടുവിലുണ്ട്. ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഇവർക്കായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, വീടിന്റെ പണി ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ കഴിയാതെ ആ ഭവനത്തിന്റെ പുരോഗതിക്ക് വിരോധമായി വ്യാപരിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീനങ്ങൾ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അപ്പോൾ തന്നെ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ കഴിയാതെ അവിടുത്തെ ബുദ്ധിമണ്ഡലങ്ങളെ കെട്ടി അവരെ ഒതുക്കുന്ന പൈശാചിക വ്യാപാരത്തെ ഇന്ന് രാത്രി യേശുവിൻ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടതുപോലെ പഠിക്കട്ടെ, റാങ്ക് വാങ്ങിക്കേണ്ടതുപോലെ വാങ്ങിക്കട്ടെ. അതിന് വിരോധമായി ഈ തലമുറകൾ ദേശത്ത് അവൻ ഭാവി കിട്ടത്തില്ലെന്ന് വെല്ലുവിളിക്കുന്ന ഉത്തമാത്മാവിന്റെ സ്വാധീനങ്ങൾ യേശുവിൻ നാമത്തിൽ പോകട്ടെ. രാത്രി ഇവരുടെ അനുഗ്രഹിക്കും, ഇവർ ദൈവ സൗഖ്യമാക്കും, ഇവരുടെ ജീവിതത്തിൽ വിടുതൽ സംഭവിക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാൽ ഭാഗത്തിൽ നമ്മൾ ചിന്തിച്ചു, നമ്മൾ എങ്ങനെയാലും ആരാധിച്ചാലല്ല. ഒന്നാമത്തെ ദൈവത്തിന്റെ കൽപ്പന, ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ അടയാളം ആരാധനയാണ്. ദൈവസ്നേഹം ആരാധനയിലൂടെ അല്ലാതെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയ പരീക്ഷണമാണ് അബ്രഹാമിന് ലഭിക്കുന്നത്. അബ്രഹാമിനോട് പറഞ്ഞ് നിന്റെ കുഞ്ഞിനെ യാഗം കഴിക്കണം. ഞാൻ അത് വേഗത്തിൽ പറഞ്ഞങ്ങ് വിടുകയാണ്, എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അബ്രഹാം അതിരാവിലെ എണീച്ചു. ഞാൻ എപ്പോഴും ചിന്തിക്കാറ്, ദൈവമേ, ഈ അബ്രഹാം എങ്ങനെ ഈ അതിരാവിലെ എണീച്ചു? എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചേ, കാരണം അബ്രഹാമിന് യാഗം എന്തെന്ന് നല്ലവണ്ണം അറിയാം. അബ്രഹാം ഇഷ്ടം പോലെ യാഗം ചെയ്തിട്ടുള്ള ആളാണ്. അതിരാവിലെ എണീറ്റു. സാധാരണ ബാല്യക്കാരെ കൊണ്ട് വിറക് കീറും, ഇത് അബ്രഹാം തന്നെ വിറക് കീറി. ഞാൻ ചിലപ്പോഴൊക്കെ ഇരുന്ന് ഒറ്റയ്ക്ക് ചോദിക്കും, അബ്രഹാം എങ്ങനെയാടാ കോടാലി നിന്റെ കയ്യിൽ ഇരുന്ന് കീറാൻ പറ്റി? ഒന്ന് ആലോചിച്ചു. കാരണം യാഗം ചെയ്യേണ്ടത് സ്വന്തം മോനെ. ആരെങ്കിലും നമ്മുടെ കുഞ്ഞിനെ ഒന്ന് പറഞ്ഞാൽ അറിയാം നമുക്കുള്ള നമ്മുടെ യഥാർത്ഥ ആത്മാവ് കിറിയിരിപ്പോക്കെ അല്ലേ. വേറെ എന്തിനെ കയറി തൊട്ടാലും സഹിക്കും, മക്കളെ കയറി തൊട്ടാ. ഇവിടെ തമ്പുരാൻ മോനെ കയറി തൊട്ടെ. അതോ എത്ര വർഷം തമ്പുരാനെ അറിഞ്ഞ് ദീർഘ 25 വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ ബലം. അതിരാവിലെ എണീറ്റ് വിറക് കീറി, കഴുതയ്ക്ക് കോപ്പിട്ടു, 2 ബാല്യക്കാരെയും കൊണ്ട് യാത്രയായി. ദൂരത്ത് നിന്ന് മല കണ്ടു. ദാസന്മാരോട് പറഞ്ഞു, ബാല്യക്കാരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ഇരിക്കുക, ഞാനും മകനും പോയി യാഗം കഴിഞ്ഞ് മടങ്ങി വരാം. 2 പേരും കൂടി കയറിപ്പോകുന്ന സമയത്ത് പൊന്നാമന മോനൊരു ചോദ്യം. കാരണം വിറക് അവന്റെ തലയില്ല. നിങ്ങളൊന്ന് ആലോചിച്ചെങ്കിൽ അവന്റെ തലയില്ല വിറക്. ഇന്ന് സുവിശേഷ വേലയ്ക്ക് പോലും ഒരു മോനെ സമർപ്പിക്കാൻ പറഞ്ഞ, അയ്യോ പാസ്റ്ററെ ഒരു ക്ലർക്കെങ്കിലും ആവണം, അവൻ പഠിച്ചൊരു ക്ലർക്കെങ്കിൽ. ഇതിനൊക്കെ ഒരു പിയൂണെങ്കിലും വായിക്കണ്ടാകും. പ്രാർത്ഥിക്കാതെ നിന്റെ തലമുറ പിയൂണായിട്ട് ഒരു പ്രയോജനമില്ല. സ്വത്രം പറഞ്ഞില്ല. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, ഒന്നേ പോലീസിലാണ് കിട്ടുന്നെങ്കിൽ പോലീസുകാരനും ആവല്ലേ, ഒരു വിലയില്ല. SI എങ്കിലും ആവണം, മിനിമം തുടക്കം. SI ഇന്ന് തുടങ്ങി. SI സാലനെ കുത്തുവാൻ വേണ്ടി, ഇന്നലെ ഞങ്ങളുടെ ദൈവദാസൻ വർഷപ്പിൽ പറഞ്ഞ എനിക്കിപ്പോ ഓർമ്മ വന്നു. കുത്തുവാൻ വേണ്ടി അല്ലെങ്കിൽ വെട്ടുവാൻ വേണ്ടി ആ കടാര പൊക്കി ഇറക്കുന്ന സമയത്ത് ഒരു ദൈവശബ്ദം, ബാലന്റെ മേൽ കൈവയ്ക്കരുത്. അവിടെ നിന്ന് ഞാൻ എൻ്റെ ദൈവത്തോടൊരു ചോദ്യം ചോദിക്കും, നീ അല്ലേ ദൈവമേ പറഞ്ഞ് ബാലനെ കുരിഞ്ഞു കൊടുക്കാം? നീ അല്ലേ പറഞ്ഞ് ബാലനെ യാഗമർപ്പിക്കാം? സ്വർഗം അപ്പം പറയും, പരീക്ഷ ഞാൻ കൊണ്ടുവരും, പക്ഷെ ദോഷത്താൽ ഞാൻ പരീക്ഷിക്കത്തില്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ പരീക്ഷകൾ ഒത്തിരി വരും, പക്ഷെ എന്റെ ദൈവത്തിന്റെ പ്രത്യേകത നിന്റെ ദോഷത്താൽ പരീക്ഷിക്കത്തില്ല. ദോഷത്താൽ പരീക്ഷിക്കത്തില്ല. ഇത് ദൈവത്തിന്റെ പരീക്ഷണമാണ് എന്ന് ആരെങ്കിലും
ചിന്തിക്കുന്നെങ്കിൽ ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കത്തില്ല. അന്ന് വരെ അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം അതിനുശേഷം ഒരു ദൈവശബ്ദം, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, നീ നിന്റെ ഏകജാതനായ മകനെ എനിക്ക് തരാൻ മടിക്കായതുകൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. അനുഗ്രഹം വേറെ, ഐശ്വര്യമായ അനുഗ്രഹം വേറെ. അനുഗ്രഹത്തിനും ഒരുപോലെ ഉയർച്ചയാണ് ദൈവത്തിന്റെ ഐശ്വര്യമായ അനുഗ്രഹമെങ്കിൽ പരീക്ഷനെ നശിപ്പിക്കാനല്ല, പരീക്ഷനെ ഉയർത്താനാണ്. ഈ ദൂത് ഇവിടെ ആവശ്യമായിരിക്കും. അതുകൊണ്ടായിരിക്കും ചില മിനിറ്റുകൾ പരിശുദ്ധാത്മാവ് എന്നെ ആ ദൂതിൽ നിർത്തിയത്. അതുകൊണ്ട് ഇന്ന് ക്രിസ്ത്യൻ ജീവിതം നയിക്കുന്ന ദൈവപൈതല് ഒരു പരീക്ഷ സഹിക്കുന്നെങ്കിൽ ആത്മാർത്ഥതയോടെ അങ്ങ് സഹിക്കണം, സന്തോഷത്തോടെ അങ്ങ് സഹിക്കണം. സ്വപ്നം പറ, എന്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി പരീക്ഷ അനുഭവിച്ചു. ഇറങ്ങിത്തിരിച്ച നാളിൽ ഒറ്റ റൂമുള്ള ഒരു വീട്ടിലാണ് 22 വർഷം ഞാൻ താമസിച്ചത്. കിട്ടിയതെല്ലാം ആലയം വെച്ചു, ആലയം വീണ്ടും വലുതാക്കി. അതിനനുസരിച്ച് ആത്മാക്കളെ ദൈവം എനിക്ക് തന്നു. 2ാം ഘട്ടമൊക്കെ ആലയം വലുതാക്കുന്ന സമയത്ത് ഒത്തിരി പേർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ ഒരു റൂം കൂടിയെങ്കിലും. 2 പെൺകുട്ടികൾ വളർന്നു വരുന്നു, പാസ്റ്ററെ ഒരു റൂം കൂടിയെങ്കിലും. ഞാൻ പറഞ്ഞു, റൂമൊക്കെ 2ാമത്, ആലയം വലുതാകട്ടെ. കഷ്ടത സഹിച്ചു. അടുത്ത് വലിയ ടെറസ് വീടൊക്കെ ഇരിപ്പുണ്ട്. ആദ്യമായിട്ടൊക്കെ എന്റെ ചർച്ചിൽ വരുന്ന വിശ്വാസി എവിടെ നിന്നെങ്കിലും വരുന്ന പാസ്റ്റർമാരും ചോദിക്കും, അത് പാസ്റ്ററിന്റെ വീടാണോ? ഞാൻ പറയും അല്ല. പിന്നെ പാസ്റ്റർ എവിടെ താമസിക്കുന്നത്? അവര് നോക്കുമ്പോൾ കന്നാലി കെട്ടുന്ന ഒരു തൊഴുത്ത് പോലെ 4 കോളോ ബ്രഷ് കല്ലും കെട്ടി പൂശാത്തൊരു വീട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. സന്തോഷത്തോടെ ജീവിച്ചു. നിങ്ങൾ എന്നോടും എൻ്റെ ഭാര്യയോടും എൻ്റെ 3 കുഞ്ഞുങ്ങളോടും ചോദിച്ചാൽ അവർ പറയും, ഇത് ഞങ്ങളുടെ കൊട്ടാരമായിരുന്നു. സ്വോത്രം പറഞ്ഞില്ല. തറയിൽ നിന്ന് വീട്ടിനകത്ത് നിന്ന് കൈപൊക്കിയാൽ ആസ്പെറ്റോസ് ഷീറ്റിൽ കൈപൊക്കും, കൈ തട്ടും. സൂര്യൻ 7 മണിക്ക് ഉദിച്ചാൽ 5 മണിക്ക് അസ്തമിക്കത്തുള്ളൂ. അത്ര പൊരിഞ്ഞ വെയിലത്ത് എങ്ങനെ ജീവിച്ചെന്നറിയത്തില്ല. പക്ഷെ ഇന്ന് ഈ അടുത്ത സമയത്ത് ഞാൻ എൻ്റെ ഭാര്യയോട് ഒരിക്കൽ പറഞ്ഞു, ആമേൻ, ആ വീട്ടിലായിരുന്നപ്പോ ഒത്തിരി പ്രതികൂലങ്ങളെ ജയിക്കാൻ ഒരു കൃപയുണ്ടായിരുന്നു. എത്ര അത്യുഷ്ണം അടിച്ചാലും ഒരു ക്ഷീണമില്ല. ഇപ്പോ ഇച്ചിരിയൊക്കെ വേറൊരു വീട് വാടകയ്ക്ക് താമസിക്കുന്നത്. അതൊക്കെ ഒരു വാർത്ത വീടാ. അവിടെ ചെന്നപ്പോ ഇപ്പൊ വലിയ ചൂടൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. സ്വതന്ത്രം പറഞ്ഞില്ല. കാരണം ആ അന്തരീക്ഷം അങ്ങ് സെറ്റായി പോയി. പക്ഷെ 22 വർഷങ്ങൾ എങ്ങനെ അതിനകത്ത് കിടന്നു എന്ന് ചോദിച്ചാൽ ദൈവം കിടത്തി. ഏത് കഷ്ടതയുടെ നടുവിലും അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞതുപോലെ ആ ബലഹീനതയ്ക്കപ്പുറം അതിനെ ജയിക്കുന്ന ഒരു ദൈവത്തിന്റെ കൃപ നമുക്ക് ഞാൻ തരും. ഇന്ന് രാത്രി ഒരു പരീക്ഷ ഉണ്ട്, അതിന് ജയിക്കുന്ന ഒരു കൃപയുണ്ട്. ഒരു വേദന നിനക്കുണ്ടോ, അതിന് ജയിക്കുന്ന ഒരു കൃപയുണ്ട്. ഒരു കഷ്ടത നിനക്കുണ്ടോ, അതിന് ജയിക്കുന്ന ഒരു കൃപയുണ്ട്. ഒന്നിനും നിന്നെ ഭാരപ്പെടുത്തുന്ന ദൈവമല്ല. നീ അനുഭവിക്കുന്ന സകല പ്രതിസന്ധി തകർത്തു നിന്ന് അധിക കൃപയാണ്. സ്തോത്രം പറ. അങ്ങനെ ഇച്ചിരി കാതുകളൊക്കെ ആലയത്തിൽ വരവ് കൂടിയപ്പോൾ അടുത്ത് കിടന്ന വസ്തുക്കളെല്ലാം മറ്റുള്ളവരൊക്കെ എന്റെ സഹോദരികളുടെ വസ്തുവൊക്കെ മറ്റുള്ളവർ വാങ്ങിച്ചു. ആലയം പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പരാതിയായി. അവന്റെ പള്ളിയിൽ വരുന്ന വണ്ടികൾ കാരണം അതുവഴി വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ഒറ്റ ദിവസം എന്റെ ഭാര്യയോട് ചോദിച്ചു, എന്ത് ചെയ്യണം? വഴികളൊന്നും വേറെ ഇല്ല. മുനിസിപ്പാലിറ്റി ചെന്ന് നമ്മുടെ ശ്മശാനം ഗ്രൗണ്ട് ഒന്ന് വാടകയ്ക്ക് ചോദിച്ചു. ആഴ്ചയിൽ ഒരു ദിവസം 500 കൊടുക്കാം. അവർ പറഞ്ഞ് അങ്ങനെ തരാൻ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾ കളിക്കുന്നതായതുകൊണ്ട് തരാൻ പറ്റത്തില്ല. ഭാര്യയോട് പോയി ഒരു ബുദ്ധി എനിക്ക് തോന്നി. ഞാൻ പറഞ്ഞു, കിടക്കുന്ന ഒരു റൂം മാത്രം വെച്ചിട്ട് അടുക്കളയും ബാക്കിയെല്ലാം നമുക്ക് അങ്ങ് ഇടിച്ചു കളയാം. മടിക്കൂടാതെ എന്റെ ഭാര്യ പറഞ്ഞു, ഓക്കെ, ഇടിക്കാൻ പറഞ്ഞു. ഇടിച്ചു. ഇനി കിടക്കേണ്ടത് 19 വയസ്സുള്ള മോളും 18 വയസ്സുള്ള മോനും 18 വയസ്സുള്ള അടുത്ത മോളും 16 വയസ്സുള്ള മോനും ഞാനും ഭാര്യയും കിടക്കേണ്ട ഒറ്റ റൂമില്ല. ഇത്രയും പ്രായപൂർത്തിയായ മക്കളായിട്ട് ഞങ്ങൾ ഒരു റൂമിൽ കിടക്കണം. സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പാ മതി, ഒറ്റ റൂമാണേലും നല്ലത് എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിനെ 2020-ലാണെന്ന് തോന്നുന്നു എന്റെ മാസ്റ്റർ, ഞങ്ങൾ അതിനെ അങ്ങ് ഇടിച്ചു. 20-ലോ 19-ലോ ആണ് ഞങ്ങൾ അതിനെ അങ്ങ് ഇടിച്ചു. പലരും പറഞ്ഞു, മണ്ട ഈ മക്കളെ ഇട്ടുകൊണ്ട് എടാ വണ്ടിയൊക്കെ എവിടെയെങ്കിലും ഇടും. പക്ഷെ ഞാൻ അന്നും ആലയത്തിൽ ജനം ആരാധനയ്ക്ക് വരണം, അവർക്കൊരു അസൗകര്യം ഉണ്ടാകരുതെന്ന് പറഞ്ഞ് കിടപ്പാട് പിടിച്ചു. പക്ഷെ ചില നാളുകൾ ഇന്നും വാടകയ്ക്കാണ് താമസിക്കുന്നത്. പക്ഷെ ചില ദിവസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു വീടിന്റെ പണി ആരംഭിച്ചു.
എന്നാണ്ടൊക്കെ ദൈവം എന്നെ നോക്കി വിളിച്ച സമയം 2010 പറഞ്ഞൊരു പദമുണ്ട്, നീ കിടക്കുന്ന ഈ ലക്ഷങ്ങളുടെ കടഭാരത്തിലും ജപ്തിയിലും കിടക്കുന്ന നിന്റെ ഇതേ വസ്തുവിൽ ഞാൻ നിനക്ക് 3 നില കെട്ടിടം തരും. ഒരു ശ്രദ്ധിച്ച്, ലക്ഷങ്ങളുടെ കടത്തിൽ KSFP-യിൽ വസ്തുവിന്റെ പ്രമാണം വെച്ച് ജപ്തിയിൽ കിടന്ന എന്റെ പ്രമാണത്തിൽ കിടക്കുമ്പോൾ, ലക്ഷക്കണക്കിന് കടബാധ്യതയിൽ കിടക്കുമ്പോൾ 2 കുപ്പി പനാമർ തൊഴിക്കൽ മുണ്ടന്റെ കടയിൽ നിന്ന് പെരുമ്പെടുന്ന ഒരു മുണ്ടന്റെ കടയിൽ നിന്ന് വാങ്ങിച്ച ആ 2 കുപ്പി പനാമറിൽ 1 കുപ്പി കൊണ്ട് 3 മക്കൾക്ക് പനാമർ കൊടുത്തു കൊന്നിട്ട് ഞാനും എന്റെ ഭാര്യയും കൂടി മരിക്കാനെന്ന രാത്രി 2008 നവംബർ മാസം 10-ാം തീയതി രാത്രി എന്റെ മരണ റൂമിലേക്കത്തേക്ക് ഇറങ്ങി വന്ന് എന്നെ മരിക്കാൻ പോലും അനുവദിക്കാത്തൊരു സ്നേഹനിധിയായ ഒരു തമ്പുരാനുണ്ട്. ഇന്ന് രാത്രി നീ മരിക്കണമെന്ന് ആഗ്രഹിച്ച പോലെ മരിക്കാൻ വിടാത്തൊരു ദൈവമുണ്ട്. കടത്തിന്റെ പ്രതികൂലത്തിന്റെ നിന്നയുടെ ഒക്കെ നടുവിൽ കിടന്ന് ഇനി ഒരു ജീവിതം വേണ്ട, 5 പേർ ഒറ്റ രാത്രി കൊണ്ട് മരിക്കാമെന്ന് ചിന്തിച്ചപ്പോഴും മരിക്കാൻ അനുവദിക്കാത്ത ഒരു ദൈവം. ആ 2010 അന്ന് വന്ന ദൈവദാസനോട് എന്റെ ദൈവം ഒരു ആലോചന പറഞ്ഞു, ഈ ജപ്തിയിൽ കിടക്കുന്ന ഈ ലക്ഷക്കണക്കിന് കടത്തിൽ കിടക്കുന്ന ഈ വസ്തു എങ്ങനെയെങ്കിലും വിറ്റിട്ട് ഇവിടുന്ന് ഓടാൻ ശ്രമിക്കുന്ന നീ ഇവിടെ ഒരു ആരാധനാലയം നടത്തും. സ്വത്രം പറ, അന്ന് ആരാധനാലയം ഇല്ല. ശ്രദ്ധിച്ചേ, നിനക്കിവിടെ ഞാൻ ഒരു 3 നില കെട്ടിടം തരും. 3 നില തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് 2010 വിളിച്ച ദൈവത്തോട് ഞാൻ പിണങ്ങിയില്ല. 2011 പിണങ്ങിയില്ല, 12 പിണങ്ങിയില്ല, 15 പിണങ്ങിയില്ല, 16 പിണങ്ങിയില്ല, 20 പിണങ്ങിയില്ല, 22 23 പിണങ്ങിയില്ല. ഞാൻ ദൈവത്തിന് മുമ്പിൽ വിശ്വസ്തനായിരുന്നു. കാരണം എനിക്കൊരു വചനം അറിയാം, ഒരുവൻ എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിക്കണോ. ചിലർ ത്യജിച്ചാലേ യഥാർത്ഥ ശിഷ്യനാവാൻ പറ്റോ. ചിലർ ത്യജിച്ചാലേ ദൈവത്തിന്റെ സ്നേഹിതനാവാൻ നിനക്ക് പറ്റുമോ. ഒരു ത്യാഗ മനോഭാവമുള്ളവന് ക്രിസ്തീയ ജീവിതം ജയമാക്കി തീർക്കാൻ പറ്റൂ. പല സുവിശേഷ വേലക്കാരും ഇന്ന് പല ജോലിക്കും പോകുന്നത് എനിക്കറിയാം. സുവിശേഷ വേല വിട്ടുപോയവരെ അറിയാം. കാരണം അവരൊക്കെ പ്രതീക്ഷിച്ചു വന്നത് പാന്റും കോട്ടും ആർഭാട ജീവിതവും ഭയങ്കര മാന്യതയാ. ഇതിനകത്ത് അതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ അപൂർവം മാത്രമാണ്, അപൂർവം മാത്രം. പക്ഷെ ഏത് കട്ടതയുടെയും ഏത് നിന്ദയുടെയും ഏത് പരിഹാസത്തിന്റെയും ഏത് ഭടിയുടെയും നടുവിൽ നിന്നെ ജയിപ്പിക്കുന്ന ഒരു കർത്താവുണ്ട്. അന്ന് സ്വർഗ്ഗം പറഞ്ഞത് 2024 പുറകിലിരിക്കുന്ന ഒരു സഹോദരനിലൂടെ ഒരു ഭവനത്തിന്റെ പണി ആരംഭിച്ചു. എന്റെ പാപം വിശ്വാസികൾ തരുന്ന അല്പമായ തുള്ളികൾ വെച്ച് ദൈവം എന്ത് പറഞ്ഞു അതുപോലെ ഒരു 3 നില കെട്ടണം. ഇന്ന് പള്ളിയുടെ സൈഡിൽ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അവ വാക്ക് മാറുന്നവരല്ല. ഇത് രാത്രി ആരോടെ ദൈവം പറയുന്നു, ഇറങ്ങി തിരിച്ചപ്പോൾ കേട്ട ദൈവ ശബ്ദം ഇതുവരെ നിവർത്തിയായില്ലല്ലോ. ഭാരപ്പെടേണ്ട, ദൈവം വാക്കത്തെ മറന്നിട്ടില്ല. വിശ്വസ്തരായിരിക്കുക. സ്തോത്രം. നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ എന്റെ ദൈവത്തിനൊരു സമയമുണ്ട്. നിന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കാൻ എന്റെ ദൈവത്തിനൊരു സമയമുണ്ട്. വിശ്വസ്തനായിരിക്കുക. പട്ടിണിയാണോ? കൃപ. ഇന്ന് കടഭാരമാണോ? അതിന്റെ പേര് കൃപ. ഇന്ന് വിശപ്പാണോ? അതിന്റെ പേര് കൃപ. സ്വത്രം പറയാമോ? നമ്മുടെ വിചാരം ബാങ്ക് ബാലൻസ് നിറഞ്ഞു, കൃപ. നല്ല വീട് കിട്ടി, കൃപ. നല്ല കാറ് കിട്ടി, കൃപ. ഇന്ന് കാറും ബൈക്കും ഇല്ല പാസ്റ്ററെ, നടന്ന സുവിശേഷത്തിലേക്ക് പോണേ, പറ കൃപ. പാസ്റ്റർ വിശക്കുന്നു, ആഹാരമില്ല, പറ ഈ പട്ടിണി, അത് ദൈവത്തിന്റെ കൃപ. കൃപയുടെ മറ്റൊരു പേരാണ് സ്നേഹം. ദൈവത്തിന്റെ സ്നേഹമാ. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയ നീ പലപ്പോഴും അനുഭവിക്കുന്ന പട്ടിണി, നീ പലപ്പോഴും അനുഭവിക്കുന്ന ദാരിദ്ര്യം, നീ പലപ്പോഴും അനുഭവിക്കുന്ന കഷ്ടത, ഇതൊക്കെ ദൈവത്തിന്റെ സ്നേഹമാണ്. കാരണം അവൻ നിന്നെ പരീക്ഷിക്കാതെ നിനക്കൊരു നന്മ തരത്തില്ല. സ്വത്രം പറഞ്ഞില്ല, അവൻ നിന്നെ പരീക്ഷിക്കാതെ ഒരു നന്മ തരത്തില്ല. ഞാൻ പലയിടത്തും പറയാറുണ്ട്, ഒരു വസ്ത്രം മാറിയിട വകയില്ലാതെ കടം വാങ്ങിച്ച് ഒരു ഷർട്ട് കല്യാണത്തിന് ഇട്ടുകൊണ്ട് പോയ ഒരു മനുഷ്യനാണ് ഞാൻ. കടം വാങ്ങിച്ച് കല്യാണത്തിന് ഷർട്ട് ഇട്ടുകൊണ്ട് പോയ ഒരു മനുഷ്യനാണ്. നിങ്ങൾ ആരെങ്കിലും കടം വാങ്ങിച്ച് ഷർട്ട് ഇട്ടുകൊണ്ട് പോയെന്ന് അറിയത്തില്ല. അങ്ങനെ കടം വാങ്ങിച്ച് ഷർട്ടിട്ട് കല്യാണത്തിന് പോയി തിരിച്ചു വന്നപ്പോ എന്റെ കഷ്ടകാലത്തിന് ആ ഷർട്ടൻ കീറിപ്പോയി. വേറൊരു വാഹനത്തിൽ തൊടുത്തി കീറി. എന്നെക്കാളും സാധുവായ ഒരു മനുഷ്യന്റെ ഷർട്ട്. എനിക്കന്ന് ഭയങ്കര സങ്കടം. ഞാനന്ന് ഇവിടെ നിന്ന് ചാണകം ചുമന്ന് വെളിയംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ചാണകം ചുമന്ന് റബ്ബറിന് ഇടാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ സ്ഥലം പോലെയല്ല വെളിയംകോട്. ഒരു കാല് വെച്ച 9 കല്ല് കയറും. ഓരോ കുട്ട ചാണകം കൊണ്ടുപോകുമ്പോ എത്ര തുള്ളി കണ്ണുനീര് എന്റെ കണ്ണിൽ നിന്ന് വന്നെന്നറിയത്തില്ല.
എന്തിനു വേണ്ടിയിട്ടെന്നറിയാമോ? കടം വാങ്ങിച്ചിട്ടുകൊണ്ട് പോയ ഷർട്ട് കീറിപ്പോയത് കൊണ്ട് അത് തിരിച്ച് വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി. രാമൻ പറയാമോ പ്രിയപ്പെട്ടവരെ? രാമൻ പറയാമോ? കഴിഞ്ഞ ഒരൊറ്റ മാസം എനിക്ക് കിട്ടിയ ഷർട്ടുകൾ ഞാൻ വാരിക്കൊടുത്തത് 21 ഷർട്ടും 6 പാൻസുമാണ്. സ്വത്രം പറഞ്ഞില്ല. കഷ്ടത വരുമ്പോ പ്രാപരുത്, സഹിക്കണം. ദൈവം നിന്നെ മാനിക്കും. സ്വത്രം പറ. 4 ഷർട്ട് ഇനിയും വീട്ടിലിടാണ്ട്. ഇന്നലെ എന്നെ വിളിച്ചോണ്ട് ഒരു വ്യക്തി 2 ഷർട്ട് എടുത്തിരുന്നു. ഓണത്തിന് ഒരു കടക്കാരൻ എനിക്ക് ഒരു ഷർട്ടും പേരും തന്നു. ഓണത്തിന് അല്ലാതെ ഒരു വ്യക്തി ഒരു ടീഷർട്ടും ഒരു പേര്, ഇതെല്ലാം പുതിയതിരിക്കുമ്പോ ഞാൻ ഇന്ന് ഇട്ടോണ്ടിരിക്കുന്ന പഴയത്. സ്തോത്രം പറഞ്ഞില്ല? ഒരു ആമേൻ പറ, ഒരു സ്തോത്രം പറ. എന്റെ ഭാര്യ പറയും, ചേട്ടന് ഭയങ്കര കോള. ഞാൻ പറയും, കുടിപ്പീൻ എന്നാ നിങ്ങൾക്ക് കിട്ടും. ഇത് കോളല്ല, ഇത് കൽപ്പനയുടെ ഒരു അനുസരണമാണ്. അതാ ഞാൻ പറയും, കൽപ്പന അനുസരിച്ചോ നിനക്ക് വാരി കോരി തരും. കുടിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. നീ ആരാധന കൊടുത്താലും നിനക്ക് മറുപടി കിട്ടും. സ്തോത്രം പറ. ഹല്ലേലൂയ. എന്ത് കൊടുത്താലും തമ്പുരാൻ തിരികെ തരും. ആരാധന കൊടുത്താൽ ആരാധനയുടെ മറുപടി തരും. സമ്പത്ത് കൊടുത്താൽ സമ്പത്തിന്റെ മറുപടി തരും. ആരോഗ്യം കൊടുത്താൽ ആരോഗ്യത്തിന് ഇരട്ടി ആരോഗ്യം തരും. നിന്റെ സമയം കൊടുത്താൽ നിനക്ക് ആയുസ് തരും. Praise the Lord. Hallelujah. അതുകൊണ്ട് കർത്താവ് വല്ലാണ്ട് അനുഗ്രഹിക്കുന്ന കർത്താവ്. പക്ഷെ ആദ്യം അനുഗ്രഹമല്ല, ആദ്യം ദാരിദ്ര്യം അനുഭവിക്കണം. ഇത് അനുഭവിക്കാനുള്ളവനെ സുവിശേഷ വേല ചെയ്യാൻ തയ്യാറാകാം. സ്തോത്രം പറയാൻ പറ്റൂ? ഒരു ഹല്ലേലൂയ പറയാൻ പറ്റൂ? അങ്ങനെ ഉള്ളവനെ ജയമുള്ളൂ. വീടില്ലാതെ കിടക്കുമ്പോഴും ഉള്ള തൊട്ടുകുഴിയാണെങ്കിലും പറയണം, കൊട്ടാരത്തിനായി നന്ദി. വസ്ത്രമില്ലാത്തപ്പോഴും പറയണം, വസ്ത്രം ഇല്ലാത്തതിനായി നന്ദി. ദാരിദ്ര്യം ഉള്ളപ്പോഴും പറയണം, ദാരിദ്ര്യത്തിനായി നന്ദി. സ്തോത്രം പറയാൻ നിങ്ങൾക്ക് അറിയാൻ. സ്തോത്രം. ആ കഷ്ടത സഹിക്കുമ്പോഴാണ് അബ്രഹാമിനെ പോലെ ആമേൻ നിന്നെ ഞാൻ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കും. ഇന്ന് രാത്രി ഞാൻ എന്നേയുമായിരിക്കുന്നത് അനുഗ്രഹിക്കുന്ന, ഐശ്വര്യമായി അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തിന്റെ അടുക്കലാണ്. അവൻ വാരി കോരി നിന്നെ അനുഗ്രഹിക്കും. സ്തോത്രം. ഇനി ഞാൻ ചില വാക്യങ്ങളിലേക്ക് വേഗത്തിൽ വരട്ടെ പ്രിയപ്പെട്ടവരെ. ഒന്നാമത്തെ കൽപ്പനയാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ കൽപ്പന, ആദ്യത്തെ കൽപ്പന. ആരാധന പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ. അതിൽ പഴയ നിയമത്തിൽ ആത്മാവിനെ മാറ്റിവെച്ചിട്ട് പൂർണ്ണാരോഗ്യം, പൂർണ്ണ ശക്തി, പൂർണ്ണ ബലം, അവ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് പൂർണ്ണ ഹൃദയം, പൂർണ്ണ മനസ്സ്, പൂർണ്ണാരോഗ്യം. പുതിയ നിയമത്തിൽ വരുമ്പോൾ പൂർണ്ണാത്മാവ്. എന്താണ് ആത്മാവ്? അത് പരിശുദ്ധാത്മാവാണ്. പുതിയ നിയമ ദൈവമക്കൾ ആരാധിക്കുന്നെങ്കിൽ ആത്മാവിൽ ആരാധിക്കണം. ആത്മാവിലല്ല ആരാധിക്കുന്നത്, ഒരു പുഴു പോലും ചാവൂല, ഒരു എറമ്പ് പോലും ചാവത്തില്ല. ആരാധിക്കുന്നെങ്കിൽ ആത്മാവിൽ ആരാധിക്കണം. അടുത്തൊരു കരം കൊടുത്തവർ ആരാധിക്കുന്നെങ്കിൽ ആത്മാവിൽ ആരാധിക്കണം. ഒന്ന് ആത്മാർത്ഥയോട് ആരാധിക്കുന്നെങ്കിൽ ആത്മാവിൽ ആരാധിക്കണം. നമ്മൾ ഇന്നലെ തൊട്ട യോഹന്നാന്റെ സുവിശേഷ 4-ാം അധ്യായത്തിനകത്ത് ആ സ്ത്രീയോട് യേശു പറയുന്നു, ആ മലയിലും ഈ മലയിലുമല്ല, പിതാവിനെ ആത്മാവിലെ സത്യത്തിലും ആമേ നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്ന. ആ ഭാഗങ്ങൾ ഞാൻ തൊടുന്നില്ല. ഒന്ന്, ദൈവത്തെ ആരാധിക്കണം. ആരാധനയിൽ നമുക്ക് ദൈവസ്നേഹത്തെ വെളിപ്പെടുത്താൻ പറ്റും. രണ്ട് ദൈവത്തിന്റെ കൽപ്പനകൾ. നമുക്കറിയാം, ദൈവം തന്ന കൽപ്പനകളിൽ 1-2 കൽപ്പനകൾ, 1-2 വചനത്തിന്റെ കൽപ്പനകൾ മാത്രമേ പറയൂ. ഇന്ന് നിങ്ങൾ ഫുൾ നൈറ്റ് ആക്കിയ എനിക്ക് ഭയങ്കര സന്തോഷം. പോവാമോ? 10 മണി വരെ പോവാമോ? അല്ല, അത് 2 പേര് കൈപൊക്കി അങ്ങനെ ഇരിക്കും. 9:30 വരെ പോവാമോ? പോവാന്നുണ്ടെങ്കിൽ കൈ ഉയർത്തണം. അതാണ് എന്റെ തെളിവ്. 8:56 നിർത്തട്ടോ. അപ്പച്ച വേണ്ടാന്ന് പറഞ്ഞ് കിട്ടിയ ഒരു പ്രശ്നക്കാരനാണ്. വീട്ടിൽ പോകുന്നു തോന്നുന്നില്ല. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങള് വചനങ്ങൾ ശക്തിയോടെ സ്വീകരിക്കണം. ഇന്നലെ ഇവര് മെനഞ്ഞാന്ന് തന്ന ഇഡലും സാമ്പാറും മറന്നാല്, ഇന്നലെ തന്ന ചപ്പാത്തി മുട്ടക്കറിയും മറന്നാല്,
ഇന്ന് എന്താണെന്ന് ഒരു പിടി എനിക്കില്ല. ഇന്ന് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് ബിരിയാണി ആണോ എന്നൊരു സംശയം. നിങ്ങൾ കൊതിക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് അങ്ങനെ ബിരിയാണി ആണെങ്കിൽ ആണോ ആന്റി? അല്ല, പിന്നെന്താ? നിന്റെ കാലിന് ദീപവും നിന്റെ പാദയ്ക്ക് പ്രകാശവും. നിന്റെ കാലിന് ദീപവും നിന്റെ പാദയ്ക്ക് പ്രകാശവും. അതേ, നിന്റെ കാലിന് ദീപവും നിന്റെ പാദയ്ക്ക് പ്രകാശവും. ബൈബിൾ പറയുന്നു, എന്റെ വചനങ്ങൾ കേട്ടനുസരിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരു നല്ല യാഗം പറയാൻ പറ്റും. എന്റെ വചനങ്ങൾ കേട്ടനുസരിക്കുന്നു എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. ഒരു നല്ല ആമേൻ പറ. ഒന്ന് രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ. രണ്ടാമത്തെ ദൈവത്തിന്റെ പ്രധാനമായ കൽപ്പനകളിൽ പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിനകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന 10 കൽപ്പനകളുണ്ട്. പഴയ നിയമത്തിൽ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ 416 കൽപ്പനകളാണ്. ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ. ആ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകളിൽ 10 കൽപ്പനകൾ മോശ ഉണ്ടാക്കിക്കൊണ്ടുപോയ കൽപ്പലകയിൽ സർവശക്തനായ ദൈവം എഴുതി കൊടുത്ത കൽപ്പനയാണ് 10 കൽപ്പന. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നവർ ഒരു ആമേൻ പറയാമോ? മോശ വെട്ടിയെടുത്തു കൊണ്ടുപോയ കൽപ്പലകയിൽ സർവശക്തനായ ദൈവം തന്റെ കൈകൊണ്ട് 10 കൽപ്പനകൾ എഴുതി കൊടുത്തു. ബാക്കി 116 കൽപ്പനയിൽ 416 കൽപ്പനയിൽ 406 കൽപ്പന ദൈവത്തിന്റെ അരുളപ്പാടിൽ മോശ എഴുതുകയും 10 കൽപ്പനകൾ സർവശക്തനായ ദൈവം എഴുതി കൊടുക്കുകയും ചെയ്തതിൽ ദൈവം എഴുതി കൊടുത്ത 10 കൽപ്പനകളിൽ നിന്ന് 2 കൽപ്പനകൾ നിങ്ങൾ ഞാൻ ഓർമ്മയിൽ കൊണ്ടുവരികയാണ്. അതിൽ ഒന്നാമത്തെ കൽപ്പന വായിച്ചേ. പുറപ്പാട് പുസ്തകം 20:3. പുറപ്പാട് 20:3. യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഒരു നല്ല ആമേൻ പറയാമോ? യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ അല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. ഒരിക്കൽ കൂടെ ആമേൻ പറ. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരമപ്രധാനമായ കൽപ്പനകളിൽ അടുത്ത പ്രധാനപ്പെട്ട കൽപ്പനയാണ്, നിനക്ക് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടായിരിക്കരുത്. അടുത്ത ഒന്ന് വായിച്ചേ. അതിന്റെ പുറപ്പാടിന്റെ 20:4. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. അടുത്ത ദൈവത്തിന്റെ പരമപ്രധാനമായ രണ്ടാമത്തെ കൽപ്പന, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. ഒരാമേൻ പറയാൻ പറ്റുമോ? ശക്തിയോടെ പറയാൻ പറ്റുമോ? മൂന്നാമത്തെ കൽപ്പന കൂടി വായിക്കാം. പുറപ്പാട് 20:7. നിന്റെ ദൈവമായ യഹോവയുടെ നാമം വൃഥാ എടുക്കരുത്. ഒന്ന്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 2, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. 3, എന്റെ നാമം വൃഥാ എടുക്കരുത്. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ സർവശക്തനായ ദൈവമല്ലാതെ ഒരു ദൈവമില്ല. വാക്യത്തിൽ നിന്നൊരു പുതിയ നിയമത്തിൽ നിന്നൊരു വാക്യം എന്നെ വായിച്ച് സഹായിക്കണം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം അതിന്റെ 7 മുതൽ 9 വരെ, അല്ലെങ്കിൽ 8-9 വാക്യങ്ങൾ. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 8-9 വാക്യങ്ങൾ വേഗത്തിൽ. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ. അത് നിൽക്കട്ടെ ഭാഷ. ഒരു വാക്യം കൂടി. അതിന്റെ 8-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിച്ചേ. 8, 5, 6. ഉഷ ഇതെടുത്ത് വെച്ചോ. 10-ന്റെ 7, 9 വായിച്ചേ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന്. ശ്രദ്ധിക്കണം നിങ്ങൾ ആ വാക്യം. ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാരെന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും ഉണ്ടെന്നല്ല. ഒരാമേൻ പറഞ്ഞില്ല. ഉണ്ടെന്ന് വരികിലോ. അടുത്ത വാക്യം. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. അടുത്ത വാക്യം. അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറ. ഇന്ന് രാത്രി ഒരുപാട് ദൈവങ്ങളുണ്ട് എങ്കിലേ നമുക്ക് തൃപ്തിയാകത്തുള്ളൂ. ഒരുപാട് ദൈവമാണ്.
വഴി കാണുന്ന എല്ലാം ദൈവങ്ങളാണ്. നമുക്ക് എത്ര ദൈവത്തെ കിട്ടിയിട്ടും ഇന്ന് മനുഷ്യന് തൃപ്തിയില്ല. നാട്ടിൽ കാണുന്ന എല്ലാ കുരിശടിയിലും നമ്മൾ ചെന്നിരുന്ന് മുട്ടുകൂട്ടും, നമ്മൾ ചെന്നിരുന്ന് വണങ്ങും, നമ്മൾ ചെന്നിരുന്ന് പ്രാർത്ഥിക്കും. ആരെങ്കിലും തെറ്റെന്ന് പറഞ്ഞാൽ അവനോട് കോപിക്കും, അവന് വേണമെങ്കിൽ കല്ലുവെറിയും, അവന് വേണമെങ്കിൽ ദേശത്തിലും കേൾക്കത്തില്ല. ദൈവത്തിന്റെ കൽപ്പനകളിൽ പ്രധാനമായ അടുത്ത കൽപ്പന നമ്മൾ വായിച്ചു, ഞാൻ നിന്റെ ദൈവമായ യഹോവയാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഈ ഒരു വെളിപ്പാട് എനിക്ക് കിട്ടിയ സമയത്ത് എന്റെ വീട്ടിൽ യേശു എന്ന് ഞാൻ വിശ്വസിച്ച് വെച്ചിരുന്ന 42 ഫോട്ടോ മണ്ണെണ്ണ വീതി കത്തിച്ചു. ആരോ കർത്താവേ എന്ന് വിളിച്ചു. അത് കർത്താവേ എന്ന് വിളിച്ചതിന്റെ അർത്ഥം ഇവന്റെ തലയിൽ ഇടുത്തി വീഴുന്നില്ല എന്നാണ്. വീഴത്തില്ല, അതോടെ ബാധ ഒഴിഞ്ഞു പോയി. കാരണം രണ്ടാമത്തെ കൽപ്പന, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്. വരച്ചും പറക്കിയും ഉണ്ടാക്കിയൊക്കെ വെച്ച് നമ്മൾ ദൈവം എന്ന് പറഞ്ഞ് സേവിച്ച് ചെന്ന് ഇരുന്ന് അതിന്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിച്ച് ദൈവം എന്ന് പറയുമ്പോ നിന്റെ തലയിൽ യഥാർത്ഥത്തിൽ കുടുംബത്തിൽ ശാപവും ദൈവദോഷവും അല്ലാതെ ഒന്നും വെളിപ്പെടുന്നില്ല മക്കളെ. സ്വത്രം കുറയുമെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ നോക്കുമ്പോൾ ഒരു സൂപ്പർ സാധനം കാണാം. ചെന്നിരുന്ന് കരയുന്നവരാണ് പലരും എന്നറിയാം. അപ്പോ ദൈവത്തിന്റെ കൽപ്പനയാണ്, ഒന്ന്, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാവരുത്. എന്റെ അമ്മ പണ്ട് ഭയങ്കര വെട്ടുകാടൊക്കെ പോവാം. അപ്പൊ ഒരു സുപ്രഭാതത്തിൽ എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ അമ്മയുടെ മേൽ നിന്നൊരു ദുരാത്മാവിളങ്ങി. ഞാനല്ല, അന്ന് വന്ന ദൈവദാസൻ. അപ്പൊ അമ്മ ഇങ്ങനെ പറയണു, അമ്മ ഇങ്ങനെ മൂടിയൊക്കെ അഴിച്ചിട്ട് അമ്മ ഇങ്ങനെ ഭയങ്കര CSA പള്ളിയിലെ പ്രാർത്ഥനാകാരിയാണ്, പ്രാർത്ഥനാ ലീഡറാണ് എന്റെ അമ്മ. അപ്പൊ ഞങ്ങൾക്ക് അതൊന്നും അത്ര ഇതിനെ കുറിച്ച് അറിയത്തില്ല. ഒരു അഭിഷിക്തം പ്രാർത്ഥിച്ച സമയത്ത് അമ്മയുടെ മേൽ നിന്നൊരു ദുരാത്മാളെ അമ്മ അങ്ങോട്ട് തലമുടിയൊക്കെ അഴിച്ചിട്ട് എന്ത് തങ്കം പോലത്തെ അമ്മ ആടി ഓലഞ്ഞങ്ങോട്ട് നിന്നിട്ട് അപ്പൊ ഈ പാസ്റ്ററിട്ട് നീ അപ്പോഴാണ് ഞാൻ രായ അങ്ങോട്ട് ഇത് രായ ഞാൻ തെളിയാതെ രായണേ പപ്പ ഇരിക്കുന്നു പ്രശ്നമാവും ഇന്ന് ഈ തള്ളാന കാര്യം നോക്കി രായ് അയ്യോ. അപ്പൊ ഈ പാസ്റ്റർ കേട്ടു, എവിടെ നിന്ന് വന്നു? ഞാൻ വെട്ടുകാടുന്നു. ഞാൻ വെട്ടുകാട് രാജാളനാണ്. അപ്പൊ ദൈവങ്ങളൊക്കെ വെട്ടുകാട് രായൻ. പിന്നെ പറ അറിയാന്നുള്ളൊരു പെട്ടെന്ന് മുക്കോടി 3000 ദൈവങ്ങൾ ഉണ്ടായിരുന്ന ഒരുത്തൻ ഇന്നലെ ഇവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞിട്ട് പോയി, 3,30,000 ദൈവം അല്ല, കണ്ണിലും മണ്ണിലും ഉണ്ടാക്കി വെച്ചതാണ് ദൈവം, കർത്താവായ യേശു ക്രിസ്തുവാണ്. എത്ര ക്രിസ്ത്യാനിയുടെ കര ഉയർന്നു എന്ന് ഞാൻ ഇപ്പൊ കണ്ടു. സ്തോത്രം. എത്ര ക്രിസ്ത്യാനിയുടെ കര ഇപ്പൊ ഉയർന്നു എന്ന് ഞാൻ കണ്ടു. നേരത്തെ ഉയർന്ന കരങ്ങൾ. അല്പതിപ്പര ക്ഷേത്രത്തിലെ പൂജാരി ഇന്നലെ ഇവിടെ നിന്ന് പറഞ്ഞു, യേശു ക്രിസ്തു അല്ലാതെ ഒരു ദൈവം ഇല്ല. ദീർഘവർഷങ്ങൾ 14-ാം വയസ്സിൽ ബ്രാഹ്മണരിൽ നിന്ന് പൂണുനൂലേരിച്ച് 1000-ലധികം മന്ത്രങ്ങൾ കാണാതെ പഠിച്ച് കേരളത്തിൽ ഏകദേശം ഉടനീളം അനവധി ക്ഷേത്രങ്ങളിലെ പൂജാരി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുകയാണ്, യേശു ക്രിസ്തു അല്ലാതെ ഒരു ദൈവം ഇല്ല. ബാക്കിയെല്ലാം കല്ലിനും മണ്ണിലും ഉണ്ടാക്കി വെച്ചതാണ്. പക്ഷെ ക്രിസ്ത്യാനി ഇന്ന് എവിടെ പോണു? വെട്ടുകാടോ? ഞാനും വരണം. എവിടെ പോണു? ഞാനും വരണം. എവിടെ പോണു? കൊച്ചുവള്ളിയിലോ? ഞാനും വരണം. നീ ആരെ കാണാനാ പോകുന്നേ? അവിടെ ആരാ ഇരിക്കുന്നേ? വചനത്തിലേക്ക് വാ. ഏത് പെന്തക്കോസ്ത് പാസ്റ്റർ നിന്റെ തലയിൽ കൈവച്ചാലും നിന്റെ ഭൂതവും മാറത്തില്ല, കുടുംബത്തിലെ ബന്ധനം അഴിയത്തില്ല. കാരണം വചനമാണ് ഈ കെട്ടുപൊട്ടിക്കുന്നത്. പിന്നെ നിന്റെ പൈസ വെച്ച് എന്നെ പോലുള്ള തിന്നു, അത്രേ ഉള്ളൂ. സത്യം. അതിനെങ്കിലും ഒരു സ്വത്രം, സത്യം പറഞ്ഞാലെങ്കിലും സ്വത്രം നീ തരും, ഞങ്ങൾ. അതുകൊണ്ട് കുറെ ഇങ്ങനെ ഈ കെട്ടഴിക്കാൻ വേണ്ടി നടക്കുകയാണ്, അഴിയത്തില്ല. വരും, ഓ സാത്താൻ എന്ന് പറയും. സാത്താൻ ഇറങ്ങി മുറ്റത്ത് നിൽക്കും. ഈ അധികാരമുള്ളവൻ വീട്ടിൽ നിന്ന് ഇറങ്ങും, തിരിച്ച് ഈ സാധനം വീണ്ടും കയറും. 3 ദിവസം കഴിയുമ്പോൾ നീ വീണ്ടും വിളിക്കും, പാസ്റ്ററെ പ്രതികൂലം. അയാൾ പറയും പോരാട്ടം അടിച്ചു കേട്ടോ. വീണ്ടും വരും, കയറും. അയാൾ വരുമ്പോ, കാരണം അവന്റെ മേൽ എന്റെ വിശ്വാസികൾ ഇരിക്കുന്ന പകുതി പേര് എന്റെ വിശ്വാസികളായിരിക്കും. അവരോട് ചോദിക്കും, ഇങ്ങനെ 500 രൂപ വാങ്ങിച്ച് തിന്നാൻ വേണ്ടി നടക്കുന്ന ഒരാളല്ല ഞാൻ. നീ വചനം അനുസരിച്ചാൽ നിന്റെ ജീവിതത്തിനകത്ത് വിടുതൽ നടക്കും. സ്തോത്രം.
അപ്പോ 3 കൽപ്പനകൾ നമ്മൾ ദൈവം പറഞ്ഞത് വായിച്ചു. 1, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടായിരിക്കരുത്. 2, ഒരു വിഗ്രഹത്തെ ഉണ്ടാക്കരുത്. 3, എന്റെ നാമം വൃഥാ എടുക്കരുത്. ആരെ മുമ്പിൽ ചെന്ന് നിന്നാലും വിളിക്കുന്ന എന്താണ്? ദൈവമേ. ആരെ മുമ്പിൽ പോയി നിന്നാലും വിളിക്കുന്ന എന്താണ്? പറ, ദൈവമേ. അയ്യോ, അങ്ങനെ പലതിന്റെ മുമ്പിലും വൃഥാ എടുക്കരുത് ഈ നാമം. സ്തോത്രം പറയുന്നില്ലല്ലോ. വൃഥാ എടുക്കരുത്. ഇനി വായിച്ച ദൈവദാസം വായിച്ച വാക്യം ഒന്ന് വായിക്കുമ്പോൾ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 10:7 മുതൽ 9 വരെ വായിച്ചു. താൻ ക്രിസ്തുവിനുള്ളവർ എന്ന് ഒരുത്തൻ ഉറച്ചിരിക്കുന്നു എങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവൻ എന്ന പോലെ ഞങ്ങളും ക്രിസ്തുവിനുള്ളവർ എന്ന് അവൻ പിന്നെയും നിരൂപിക്കട്ടെ. 10:10 ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു. 1 മുതൽ 1 വായിക്കാം. വേഗത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ, വ്യാഖ്യാനിക്കാൻ സമയമില്ല. സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിൻ കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്നു. എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. സ്നാനവും നടന്നു, മോശയോട് കൂടെ ചേരുകയും ചെയ്തു. എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു ആയിരുന്നു. എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഒരുപോലെ നടന്നു, ഒരേ ആത്മീയ ആഹാരം നിന്നു, ഒരേ ആത്മീയ പാനീയം കുടിച്ചു. ഇതെല്ലാം ശരിയാണ്. പക്ഷേ അവരിൽ മിക്ക പേരിലും ദൈവപ്രസാദം ഉണ്ടായില്ല. അടുത്ത വാക്യം, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത്. നിങ്ങളും അറിയാതിരിക്കരുത്. ഒരാമേൻ പറയാമോ? അറിയാതിരിക്കരുത്. അടുത്ത വാക്യം, എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികളാകാതിരിക്കേണ്ടതിന് തന്നെ ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികളാകരുത്. അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കരുത്. ആരൊക്കെ വിഗ്രഹത്തെ ആരാധിക്കുന്നു പാസ്റ്ററെ? അതുകൊണ്ട് ഞാനും അമ്മായി അവിടെയാ പോകുന്നത് പാസ്റ്റർ. അതുകൊണ്ട് മരുമോളായ ഞാനും അമ്മായി അതുപോലെ പോണം. നീ പോ, നിന്റെ കാര്യം. ഈ ബൈബിള് വായിന് പടി, അതിന്റെ പരിജ്ഞാനം പ്രാപിക്ക്, വചനപ്രകാരം ജീവിക്ക്, വചനപ്രകാരം നടക്ക. ഇത് കേട്ടാലും എന്റെ അടുത്ത് വൈരാഗ്യം കാണിക്കുന്നവരെയാണ് ഇവയെങ്കിലും. നീ എന്റെ അടുത്ത് വൈരാഗ്യം കാണിച്ചിട്ട് കാര്യമില്ല. കാരണം ഇത് പഠിപ്പിക്കാനാണ് എഴുതി വെച്ച്. സ്തോത്രം പറ. പിന്നെ ഇപ്പൊ ആരും അങ്ങനെ പഠിപ്പിക്കാറില്ല. കാരണം പഠിപ്പിക്കാൻ യോഗ്യത ഇല്ലാതെ പലരും ഒന്ന് മാറി. അതാണ് സത്യം. അല്ലാതെ ബൈബിള് മോശമായത് കൊണ്ടല്ല, വചനത്തിന് മാറ്റം വന്നത് കൊണ്ടല്ല പലരും ഇതൊന്നും പറയാതായി. കാരണം എന്തെന്നറിയാമോ? കയ്യടി പ്രതീക്ഷിച്ചു വരുന്നവന് കയ്യടി കിട്ടത്തില്ല. നിങ്ങൾ ഇപ്പൊ ഇരിക്കണുണ്ടോ? വേറെ എന്തെല്ലാം ഉണ്ടായിരുന്നു? രക്തസ്രാവക്കാരിയുടെ രക്തം മാറിപ്പോയവര് പറഞ്ഞുകൂടായിരുന്നു. ആ ബദസ്ത കുളത്തിൽ പോയിരുന്നെങ്കിൽ ഭയങ്കര സൗഖ്യം നടക്കത്തില്ലായിരുന്നു. അത് നടന്നാലും വേറെ സൗഖ്യം വരാൻ സാധ്യത ഉണ്ട്. മനസ്സിലായില്ലല്ലേ? ഒരു സൗഖ്യമൊക്കെ നടന്നു, ഓക്കെ, ഇനിയും രോഗം വരാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് രോഗം വന്നാലും കട്ടത വന്നാലും കടഭാരം വന്നാലും പ്രശ്നം വന്നാലും നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയാൽ നീ അവിടെ മഹത്വം അനുഭവിക്കുമെന്ന് വിശുദ്ധ വേദ പുസ്തകം പറയുന്നു. അവരെ പോലെ അടുത്ത വാക്യം വായിച്ചു. അവരിൽ ചിലർ പരസംഗം ചെയ്ത്. അപ്പൊ വിഗ്രഹാരാധനയുടെ പേര് പച്ച മലയാളത്തിൽ എന്താണ്? ജനം പറയും. വിഗ്രഹാരാധനയുടെ പേരെന്താണ്? പരസംഗത്തിന് നമ്മൾ പറയുന്ന ഒരു പുത്തൻ പേരുണ്ടല്ലോ, എന്താണ്? ഒന്ന് പറ. അന്യ ദൈവങ്ങളെ ആരാധിച്ചവരെ നോക്കി വിളിച്ചു, വ്യഭിചാരിണികളെ
ഇവിടെ പറയുന്ന കേട്ടോ, നിങ്ങൾ അവരെ പോലെ പരസംഗം ചെയ്യരുത്. അതൊക്കെ ഇനിയിപ്പോ എന്നായിരുന്നാലും ഇടിച്ചു കളയാൻ വകുപ്പില്ല, അതവിടെ ഇരുന്നോട്ടെ. നീ ചെന്നിരുന്ന് ഡെയിലി ചെന്നിരുന്ന് വ്യഭിചരിക്കരുത് കുഞ്ഞെ. എഴുതിയെടുത്തോ ആ വാക്യം, അടിവരയിട്ടോ. നാളെയും ചെന്നിരുന്ന് പറ്റിക്കപ്പെടരുത്, വഞ്ചിക്കപ്പെടരുത്. ഇത് രാത്രി നിങ്ങൾ പിടിച്ചോണം. നാളെ ഇനി പിന്നെ ഒരാള് ഇനി 5-6 ദിവസം കഴിയട്ടെ. അനക്ക് ആയുസ് ദൈവം തന്നാലേ ഉള്ളൂ. സ്വതന്ത്രം പറ. നമ്മളെയൊക്കെ ഇരിപ്പ് കണ്ടാ പറയും 2020-21 വന്ന കോവിഡ് ഒന്നും അല്ല, എന്നെ തൊട്ടില്ലല്ലോ എന്നാണ്. ഈ തട്ടിപ്പോവാത്ത കർത്താവിന്റെ കൃപ. സ്വപ്നം പറ. നമ്മളെക്കാൾ സൂപ്പർ സോപ്പ് തേച്ച പലരും നമ്മൾ പ്രാർത്ഥിച്ച് അയക്കാനും അച്ഛന്മാരും പാസ്റ്റർമാരും പോലും പോയില്ല, എല്ലാം പേടിച്ച് വീട്ടിലാണ്. സ്വന്തം പറഞ്ഞില്ല, ശവ അടക്കാൻ പോലും ആരും പോയില്ല. സഹോദരിമാരെ തിരിച്ചറിയണം. എന്നെ പോലെ ഇത്തിരി ഉശിരുള്ളവന് മാത്രമേ ഈ സത്യമായിട്ട് പറയാൻ പറ്റും. ബാക്കിയുള്ളവരെല്ലാം ഇനി നാളെ ഞാൻ ഇതുവരെ പോകേണ്ടല്ലോ, വളഞ്ഞിട്ടടിക്കും, ഒരു യുക്കും ചെയ്യത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. പിന്നെ അടിച്ചു കൊന്ന അവർക്ക് മുമ്പായി ഞാൻ അവിടെ എത്തും, അത്രേ ഉള്ളൂ. അടിച്ചാലും ചെയ്യും, അടിച്ചില്ലേലും ചെയ്യും, ജീവിച്ചിരുന്നാലും ചെയ്യും, ജീവിച്ചിരുന്നില്ലേലും ചെയ്യും. ഇതിനകത്ത് നട്ടമില്ല. ഈ പുസ്തകം പിടിച്ചോണ്ട് ഇറങ്ങിയ ശേഷം പിന്നെ ഇന്ന് വരെ നട്ടമില്ല. സ്വതന്ത്രം പറ. അപ്പൊ അവരെ പോലെ നിങ്ങൾ പരസ്യം ചെയ്യരുത്. ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ ഒരു ദിവസം പരസംഗത്താൽ വീണുപോയത് 23,000 പേർ. നാം പരസംഗം ചെയ്യരുത്. അപ്പൊ പരസംഗം ചെയ്താൽ വീണുപോകും. ഇത് ഞാൻ പറഞ്ഞതല്ല, ബൈബിൾ പറയുന്നു. വീണുപോകരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. കരമുയർത്തി ഒരു നല്ല ഹല്ലേലൂയ പറ. രാത്രി ഈ വചനങ്ങളൊക്കെ ദൈവത്തിന് നമുക്ക് തന്നേ, നമ്മൾ ഇത് കേട്ടനുസരിക്കേണ്ടതിന്. ഞാനിത് ഒരിക്കലും എന്റെ ചേച്ചി കത്തോലിക്കല. അപ്പൊ എനിക്ക് ഞാൻ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി രക്ഷിക്കപ്പെടണം ചേച്ചി എന്ന് പറഞ്ഞപ്പോ ചേച്ചി ഭയങ്കര എങ്ങനെ ഈ ചേച്ചിയെ കല്യാണം കഴിച്ചു കൊടുത്തതാ കത്തോലിക്കൽ, എങ്ങനെ ഇവർക്ക് ഇത്രയും ഭൂതം കയറിയെന്ന് എനിക്ക് അറിഞ്ഞു. അവളെന്നും പറയുന്നു നീ തിരിച്ച് കത്തോലിക്കയിൽ വരുമെന്നാണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു വലിയ കിട്ടി. അപ്പൊ എന്ന് പറഞ്ഞ് എനിക്ക് എന്റെ ചേച്ചിയെ കളയാൻ പറ്റുമോ? ഞാനും എന്റെ അണ്ണനെയും രക്ഷിക്കപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും ദൈവദാസന്മാരായി മാറി. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്റെ ചേച്ചിയുടെ അടുത്ത് ഒരു ചേച്ചിയായിരുന്നു. അപ്പൊ എന്റെ ചേച്ചി ഇടാ ദൈവമല്ലേടാ പറഞ്ഞത് സർപ്പത്തെ ഉണ്ടാക്കി ആരാധിക്കാൻ, വിഗ്രഹത്തെ ഉണ്ടാക്കി ആരാധിക്കാൻ ദൈവമല്ലേ പറഞ്ഞു. ഇന്ന് കുടിയന്മാർ ചോദിക്കത്തില്ലേ ഈ ചാരായം ഉണ്ടാക്കാൻ ബുദ്ധി കൊടുത്ത ദൈവമല്ലേ എന്നാണ് കുടിയന്മാർ ചോദിക്കുന്നത്. അതിന് ബ്രൗൺ ഷുഗർ അടിക്കുന്നതിനിടെ ബ്രൗൺ ഷുഗർ വെക്കല്ലേ എന്ന് പറയുമ്പോ അവൻ പറയുന്നത് ബ്രൗൺ ഷുഗർ ഉണ്ടാക്കാൻ ബുദ്ധി കൊടുത്ത ദൈവമല്ലേ എന്നാണ്. അപ്പൊ ഇനി ദൈവമാണോ ബുദ്ധി കൊടുത്തേ ഇല്ലേ അതൊന്നും ഞാൻ വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ചിലപ്പോ ദൈവം ഇതിനപ്പുറവും ബുദ്ധി കൊടുക്കും, അല്ലെ ഇതിനപ്പുറവും ഇനിയും മേച്ച അതിന് ദൈവം ബുദ്ധി കൊടുക്കും. കാരണം ഈ ഏദൻ തോട്ടത്തിനകത്ത് ഇത്രയും വൃക്ഷഫലം വെച്ചിട്ട് ആ ഒരു ഫലവും കൂടി കൊണ്ട് വെച്ച് പൂർത്ത ബുദ്ധിയുള്ളവനാണ് നമ്മുടെ ദൈവം. അല്ല മനസ്സിലായില്ലല്ലേ? ആ ഏദൻ തോട്ടത്തിനകത്ത് ഇത്രയും നല്ല വൃക്ഷഫലം വെച്ചിട്ട് ഒരെണ്ണം കൊണ്ട് വെച്ചിട്ട് അത് തിന്നല്ലെന്ന് പറയേണ്ട കാര്യമില്ല, അത് വെക്കാതിരുന്ന പോരെ. അപ്പൊ അതുകൊണ്ട് വെച്ചവനാണ് നമ്മുടെ ദൈവം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഉണ്ടാക്കാൻ ബുദ്ധി കൊടുത്തതൊക്കെ ശരിയാണ്, ഉപയോഗിക്കരുതെന്ന് പ്രമാണമുണ്ട്. മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് പ്രമാണമുണ്ട്. അത് നീ കേട്ടോ, നീ ഉണ്ടാക്കാൻ ബുദ്ധി കൊടുത്തു എന്ന് പറയാതെ മദ്യപാനി നീ സ്വർഗത്തിൽ പോവത്തില്ല, അത് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ പ്രമാണം അനുസരിക്കുക. സ്തോത്രം പറ. എന്റെ ചേച്ചി പറഞ്ഞു സർപ്പത്തെ. അപ്പൊ പഴയ നിയമത്തിൽ ഒരു പശ്ചാത്തലത്തിൽ ദൈവം പറഞ്ഞു ആ ഒരു പിച്ചള കൊണ്ട് ഒരു സർപ്പം ഉണ്ടാക്കണം, എന്നിട്ട് ആ മരത്തിന്മേൽ തൂക്കണം, ആ സർപ്പത്തിന്മേൽ നോക്കുന്നവനെല്ലാം ജീവിക്കും എന്ന് പറഞ്ഞു. അതിന് പുതിയൊരു വെളിപ്പാട് പുതിയ നിയമത്തിലുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ജീവിക്കുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, അത് കിടക്കിട്ട് ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ദൈവം അത് മോശയോട് കൽപ്പിച്ചത്. പക്ഷേ അടുത്ത നിമിഷത്തിൽ ദൈവം അതിന് ഉത്തരവ് കൊടുത്തു, നീ ഉണ്ടാക്കിയ ആ പിച്ചള സർപ്പത്തെ ഉടച്ചു കളയണം. ഒരാമേനെങ്കിലും പറയും. ആരോണ്ടാ പറഞ്ഞു ഉടച്ചു കളയാൻ? ഇതുവരെ നമ്മൾ കേട്ടില്ല, നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് മാത്രമേ കേട്ടു. ഈ കത്തോലിക്കക്കാരെ മൊത്തം വിഷയം ഇതാണ്, പലതും ഉണ്ടാക്കിയത് കേൾക്കും, ഉടച്ചു കളയുന്നില്ല. നല്ല രീതിയിൽ ബൈബിൾ വായിക്കണം, പുണ്യവാളം എഴുതിയ പൊത്തമൊക്കെ അങ്ങ് വാലിച്ചു കീറി അങ്ങ് കളയണം.
എന്നിട്ട് നല്ല രീതിയിൽ ബൈബിൾ വായിക്കണം. കാരണം ഒരു പുണ്യവാളന്മാരുടെ പുസ്തകവും നമ്മളെ നിത്യ